മലയാളം ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ എൻ്റെ വല്യമ്മ എന്ന് പറഞ്ഞാൽ പാഠത്തിൻ്റെ അവസാന ഭാഗമാണ് നമുക്കിനി എടുക്കാനുള്ളത് അല്ലേ. ഇതുവരെ എടുത്തതൊക്കെ എല്ലാവർക്കും മനസ്സിലായോ? അപ്പോൾ ദിയയ്ക്ക് ഏറ്റവും ഇഷ്ടം ആരോടായിരുന്നു? അമ്മൂമ്മയാണ് ദിയയ്ക്ക് ഏറ്റവും ഇഷ്ടം അല്ലേ. അപ്പോൾ ദിയ സ്കൂളൊക്കെ വിട്ട് വന്ന് കളിയൊക്കെ കഴിഞ്ഞ് ദിയയ്ക്ക് അമ്മൂമ്മയുടെ കൂടെ ഇരിക്കാനാണ് ഏറ്റവും അധികം ഇഷ്ടം ഉണ്ടായിരുന്നത് അല്ലേ. അപ്പോൾ ദിയ അമ്മൂമ്മ എന്ത് ചെയ്യും? അമ്മൂമ്മയുടെ കൂടെ നാമം ചൊല്ലും. ദിയ അപ്പം അമ്മൂമ്മ ദിയയ്ക്ക് എന്തൊക്കെ പറഞ്ഞു കൊടുക്കും? കഥ പറഞ്ഞു കൊടുക്കും, പാട്ട് പാടിക്കൊടുക്കും അല്ലേ. ഇതുവരെയാണ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് കുറച്ച് ഭാഗം കൂടി എടുക്കാനുള്ളൂ. അതോടുകൂടി നമ്മുടെ ഈ പാഠം കഴിയും. നോക്കിക്കോളൂ, എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് നോക്കിക്കോളൂ. എല്ലാം കഴിഞ്ഞാൽ ദിയ അമ്മൂമ്മയുടെ അടുത്തെത്തും. അമ്മൂമ്മ എന്തെല്ലാം കാര്യങ്ങളാണെന്നോ ദിയയെ മടിയിലിരുത്തി പറഞ്ഞു കൊടുക്കുന്നത്. അങ്ങനെ പഠിപ്പും കഴിഞ്ഞ് ഭക്ഷണം കഴിക്കലും മേലെഴുതലെല്ലാം കഴിഞ്ഞ് നാമം ചൊല്ലലൊക്കെ കഴിഞ്ഞ് ദിയ എന്ത് ചെയ്യും? ഓടി ചെന്ന് അമ്മൂമ്മയുടെ അടുത്തിരിക്കും. അപ്പം അമ്മൂമ്മ ദിയനെ മടിയിൽ പിടിച്ചിരുത്തിയിട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. എന്തൊക്കെ കാര്യങ്ങളാണെന്നറിയാം അമ്മൂമ്മ പറഞ്ഞു കൊടുക്കുക. നോക്കിക്കോളൂ, നല്ല പാട്ടുകൾ പാടും, കഥകൾ, ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അങ്ങനെ പലതും അമ്മൂമ്മ ദിയയ്ക്ക് പറഞ്ഞു കൊടുക്കും. എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നോക്കൂ. അച്ഛനും അമ്മയ്ക്കും അമ്മൂമ്മയ്ക്കും അപ്പൂപ്പനും ദിയയെ ഇഷ്ടമാണ്. ദിയയ്ക്കും അവരെ വളരെ ഇഷ്ടമാണ്. അപ്പൂപ്പനും അമ്മൂമ്മയ്ക്കും ഒക്കെ, അച്ഛനും അമ്മയ്ക്കും അമ്മൂമ്മയ്ക്കും എല്ലാവർക്കും ദിയയെ ഇഷ്ടമാണ്. ദിയയ്ക്കും അവരെ ഇഷ്ടമാണ്. അവർക്ക് കുറേ കൂടി പ്രായമാകുമ്പോൾ ശരീരം ക്ഷീണിക്കും അല്ലേ. അമ്മൂമ്മമാർക്ക് വയസ്സായി കഴിഞ്ഞാൽ എന്താവും? ശരീരമൊക്കെ ക്ഷീണിക്കും, നടക്കാൻ വയ്യാണ്ടാകും. അപ്പോൾ നാം അവരെ സ്നേഹിക്കണം, സഹായിക്കണം, ബഹുമാനിക്കണം എന്നെല്ലാം അമ്മൂമ്മ പറഞ്ഞു കൊടുക്കും. ദിയ എല്ലാം ശ്രദ്ധാപൂർവം കേൾക്കും. ഇതാണ് ഇത്രയുള്ളൂ നമുക്ക് പഠിക്കാനുള്ളത്. എന്തൊക്കെയാ ദിയ അമ്മമ്മ ദിയയ്ക്ക് പറഞ്ഞു കൊടുത്ത? പ്രായമാവുമ്പോൾ ഈ ആരോഗ്യമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ വയസ്സായി കഴിയുമ്പോൾ അവരെ എന്ത് ചെയ്യണം? നന്നായിട്ട് അവരെ സഹായിക്കണം. പിന്നെ എന്ത് ചെയ്യണം? അവരെ സ്നേഹിക്കണം, അവരെ സഹായിക്കണം, ബഹുമാനിക്കണം. വെറുതെ സ്നേഹിച്ചാൽ മാത്രം പോരാ, തർക്കുത്തരം പറയുക അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് വിഷമാവില്ലേ. അങ്ങനെ ചെയ്യാൻ പാടില്ല. ബഹുമാനിക്കണം, നല്ല നല്ല വാക്കുകൾ, നല്ല മധുരമായിട്ട് അവരോട് സംസാരിക്കണം. ചൂടാവാൻ പാടില്ല. കുഞ്ഞു കുട്ടികളും വയസ്സായവരും ഒരുപോലെ എന്ന് പറയാം. നമുക്ക് കുഞ്ഞു കുട്ടികൾക്ക് നമ്മൾ ചീത്ത പറഞ്ഞു കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് സങ്കടം വരില്ല, ഒരു കരയില്ലേ. അതേപോലെ തന്നെ വയസ്സായ ആൾക്കാരും അവരോട് ഒരിക്കലും നമ്മളെന്ത് ചെയ്യാൻ പാടില്ല? ദേഷ്യത്തിൽ സംസാരിക്കാനോ പറഞ്ഞതനുസരിക്കാതിരിക്കാനോ ഒന്നും പാടില്ല. അവരത്രയ്ക്ക് നമ്മൾ സഹായിക്കുകയും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ഒക്കെ ചെയ്യണം എന്നെല്ലാം അമ്മൂമ്മ ദിയയ്ക്ക് പറഞ്ഞു കൊടുക്കും. നല്ല നല്ല കാര്യങ്ങളാണ് അമ്മൂമ്മ പറഞ്ഞു കൊടുക്കാറ് ദിയയ്ക്ക്. നിങ്ങളിതുപോലെ തന്നെയല്ലേ? നിങ്ങളുടെ അമ്മൂമ്മമാർ നിങ്ങൾക്ക് പറഞ്ഞു തരാറില്ലേ? അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളും അവർ പറയുന്നതൊക്കെ നല്ലപോലെ അനുസരിക്കണം. ദിയ എല്ലാം ശ്രദ്ധാപൂർവം കേൾക്കും. ദിയ അമ്മൂമ്മ പറയുമ്പോൾ അമ്മൂമ്മ നിർത്തുമോ? ഒന്നും പറയില്ല. അമ്മൂമ്മ പറയുന്നതെല്ലാം ശ്രദ്ധിച്ച് നല്ല ശ്രദ്ധയോടുകൂടി അടുത്തിരുന്ന് ഇങ്ങനെ അമ്മൂമ്മയുടെ മുഖത്തേക്ക് നോക്കി ഇങ്ങനെ എല്ലാം നല്ല ശ്രദ്ധാപൂർവം ദിയ കേൾക്കും. ഇത്രയേ ഉള്ളൂ പാഠം. അപ്പോൾ ഇതിൻ്റെ നോട്ട്സൊക്കെ നമ്മൾ ഇതുവരെ തന്നതൊക്കെ എല്ലാവരും എഴുതിയെടുത്തിട്ടില്ലേ? ശ്രദ്ധിച്ച് എഴുതിയെടുത്തോളും, മിസ്റ്റേക്സ് ഒന്നും വരുത്താതെ. അപ്പോൾ ടെസ്റ്റ് പേപ്പർ തന്നത് എഴുതി ഫയൽ ചെയ്ത് സൂക്ഷിച്ച് വയ്ക്കുക. ഇത്രയേ ഉള്ളൂ നമ്മുടെ പാഠം. ബാക്കി ഇനി നമുക്കൊരു എന്താ പറയുക, പിരിച്ചെഴുതുക എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഒരു വീഡിയോ നെക്സ്റ്റ് ക്ലാസ്സിൽ ഇട്ട് തരാം. എങ്ങനെയാണെന്നൊക്കെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം എല്ലാവരും. ഏതൊക്കെ അർത്ഥം എഴുതുക, വിപരീതമൊക്കെ അടുത്ത ക്ലാസ്സിൽ ഞാൻ ആ വീഡിയോ ഇട്ട് തരാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി മനസ്സിലാവും. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. നന്ദി, നമസ്കാരം.